കുറച്ച് ചായ കുടിക്കട്ടെ. നിനക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ എടാ നിന് ചായ ഉണ്ട്. എടാ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്നുള്ളത് ചോദിക്കുന്ന പോലെ തന്നെയാണ് ചെടിയാണോ വിത്താണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ വിത്താണ് ആദ്യം ഉണ്ടായത്. അതെങ്ങനെ പറയാൻ പറ്റും? മുട്ടയാണോ കോഴിയാണോ എന്നതിന് ഉത്തരം പറയാൻ പറ്റാത്ത പോലെ തന്നെ ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. എടാ ഇതിന് ഉത്തരം പറയാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ? ഹലോ, എന്താ? എടാ അതായത് എല്ലാത്തിനും മുമ്പുണ്ടായത് ഭൂമിയല്ലേ? അതെ അല്ലേ? അതില്ലേ, നിങ്ങൾ അഭിനയിക്കല്ലേ? മനസ്സിലായോ? ഭൂമിയാണ് ആദ്യം ഉണ്ടായത്. ആ ഭൂമിക്കകത്തൊരു വിത്ത് ഉണ്ടായത് കൊണ്ടല്ലേ അത് മുളച്ച് പിന്നെ ചെടിയായിട്ട് വന്നത്. ഓക്കെ, ആ പക്ഷെ ആ വിത്ത് അവിടെ എങ്ങനെ വന്നു? വിത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം വിത്ത് അവിടെ കൊണ്ടുവച്ചതായിരിക്കും. പിന്നെ ആ മുട്ടയും ദൈവം കൊണ്ടുവച്ചു അല്ലെ ദൈവം ഉണ്ടാക്കി? മുട്ട ദൈവം എന്താ മുട്ട വ്യാപാരി? എടാ നിനക്ക് ഡിബേറ്റ് ചെയ്യാറിയില്ല. എടാ അതല്ല എടാ മുട്ട മുട്ട നോൺ വെജ് ആണ്, ദൈവം വെക്കൂല, വിത്ത് വെക്കും. എന്നിട്ട് എടാ എന്നാ സ്വന്തം അമ്മയാണ്, അവരൊന്ന് ചത്തോ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊന്നും നോക്കാതെ ചുമ്മാ അങ്ങ് സ്ലോ മോഷനിൽ നടന്ന് പോവാണ്. ഹായ് എന്നിട്ട് ഫുൾ ടൈം സ്റ്റണ്ട് തന്നെ, അതൊരു ലോജിക്കും ഇല്ല. എന്ന് വെച്ചാൽ വെറുതെ ഇടിയാണ്, അത് ഫുൾ ടൈം വള്ളി കിടന്ന് തൂങ്ങിക്കളിയാണ്, താഴ്ത്തു നിന്നല്ലേ. എന്തിനാ ഇടിയൊക്കെ പക്ഷെ മേടിച്ചു കൂട്ടിയേ? എന്തിനാണെന്ന് ചിലപ്പോ സ്ലോ മോഷനിൽ തിരിച്ചു പോയി ഇടിക്കാനൊക്കെയും കുറച്ച് കഴിയുമ്പോ. എടാ ഒരു ലോജിക്കില്ലെന്നല്ലേ ഞാൻ പറയുന്നത്, പിന്നെ എന്തിനാ ചോദിച്ചിട്ടുള്ള കാര്യമുള്ള. സോറി ഞാൻ പടം കാണണ്ടെന്നാണ് നീ പറയുന്നത്? കണ്ടോ, അല്ലെങ്കിൽ വല്ല ശത്രുക്കൾക്കും കാണാൻ സജസ്റ്റ് ചെയ്തു. അതിന് നിനക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാ? ഉണ്ടല്ലോ നിന്റെ ലെജൻഡറി ചേട്ടൻ. എങ്ങനെ ഓർക്കണോ? അച്ഛടാ അയ്യോ അതെ കാര്യം പൊളിക്കണ്ടേ? ഞാൻ വിളിച്ചു നിങ്ങൾ മറന്നുപോയി. പിന്നെ നേരത്തെ ചോദിക്കാം, നിങ്ങൾ അഭിനയിക്കല്ലേ? ഒറ്റ വിദേശല്ല. ആൾക്കാരുടെ ലിസ്റ്റ് റെഡി. ഇനി കേക്ക്, ഫുഡ്, ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് നമുക്കെല്ലാം നമ്മൾ ഒരുമിച്ച് വാങ്ങിയാൽ പോരെ? അപ്പോൾ നല്ല വിലയുള്ളതാണ്. ഞാൻ അതിനൊരു 5000 ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ കുഴപ്പമില്ല. ഈ ഫുഡിന്റെ കാര്യം എങ്ങനെ? ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം. ആക്ച്വലി ഞാൻ അത് ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞാൽ വന്നതിന് 2 മണിക്കൂർ മുന്നേ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താം. ഓക്കെ, എത്ര പേരുണ്ട് ഇപ്പം? ഇപ്പം മൊത്തം 20 പേരുണ്ട്. 20 പേർക്ക് നമുക്കിവിടെ സ്പേസ് ഉണ്ടാവും? സ്പേസ് എന്താ പ്രശ്നം? അല്ല, നമ്മളടക്കം ഇപ്പോൾ 25 പേരുണ്ട്. 25 പേരോ? എവിടെ നോട്ടെ? ഇത് നിങ്ങളുടെ ഓഫീസ് മുഴുവനുണ്ടോ? എന്താ സത്രോ? എന്റെ ഓഫീസിൽ 10-75 പേരുണ്ടാവും. അവരൊക്കെ ഉണ്ട് ഇതില്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ലക്കിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എടാ എന്നാലൊന്നും ആലോചിച്ച് 10-20 പേരും പിന്നെ നമ്മളും എന്ത് തെക്കും തിരക്കുമായിരിക്കും അറിയോ? നമുക്ക് ഈ ടേബിൾ അങ്ങോട്ട് മാറ്റാം, എന്നിട്ട് താഴത്തെല്ലാം അറേഞ്ച് ചെയ്യാടാ. നീ എന്തൊക്കെയാ പറയുന്നത്? പാർട്ടി താഴ്ത്താ? എന്ത് പ്ലാനറാണോ? ഓറാക്കല്ലടാ. ഇതാണ് എന്റെ റൊമാൻസ്. എന്നാ ഒരു പറ കേക്കട്ടെ. എടാ ആദ്യം തന്നെ ഇതിനകത്തുള്ള ഓഫീസിലുള്ള കുറെ ആൾക്കാരെ ഞാൻ കളയും. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യണോ പ്ലാൻ? അത് വേണ്ട, നമുക്ക് DAG കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാം. ഇത്രയും പേർക്കാ? പിന്നല്ലാതെ. എടാ ഇത്രയും ഒന്നാമത് 10 പേരാക്കിയിട്ട് അവർക്ക് വേണ്ടി കുക്ക് ചെയ്താൽ മതി. ഒന്നാമത് പുറത്ത് മേടിക്കുന്നതിന്റെ പകുതി കാശാവുള്ളൂ, അതൊക്കെ മതി. പിന്നെ ഒരാവശ്യമില്ല, ബാക്കി നമ്മളിവിടെ ഉണ്ടല്ലോ, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പിന്നെ കേക്ക് എന്താ പരിപാടി? കേക്ക് അവൻ പുറത്തേക്ക് ഇരിക്കല്ലേ? അപ്പൊ അവനോട് തന്നെ മേടിച്ചോണ്ടിരാൻ പറയാം, അവൻ മേടിച്ചോളൂ. പിന്നെന്താ സാധനം? ഗിഫ്റ്റ് അല്ലേ? ഗിഫ്റ്റ് എങ്ങനെയാണ്? ഗിഫ്റ്റ് നമ്മളെല്ലാരും കൂടി വാങ്ങാനാ പ്ലാൻ. 1000 രൂപയുടെ. 5000 രൂപ? എന്നൊരു കാര്യം വേണ്ട, നമുക്ക് 25,000 വിളിക്കാട്ടോ വേണമെങ്കിൽ. അടിപൊളി. അപ്പൊ അവരുടെ നിന്നും കൂടി പൈസ പിരിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം. പോലടാ, എന്താടാ ഇഷ്ടായില്ലേ? ഹലോ, എന്താ എന്റെ ഐഡിയ വർക്ക് ചെയ്യില്ലേ? പിന്നെന്താ വർക്ക് ചെയ്യില്ലേ? ഞാൻ വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞോ? അയ്യോ സോറി. എടാ ഞാൻ ചുമ്മാ കളിക്കല്ലേ. ഞാൻ നല്ലൊരു അടി തരട്ടെ. നീ കുറച്ചു കൂടുന്നുണ്ട് കേട്ടോ. എടാ ഇങ്ങനെ തമാശക്കില്ലെങ്കിൽ പിന്നെന്താ രസം? ശരിയാ, എനിക്കിനി തമാശയൊക്കെ അറിയാം. അടുത്ത പ്രാവശ്യം അവയുടെ ഷർട്ടോ മൊബൈലോ കാണാണ്ടാവുമ്പോ മീനു കാണാനില്ല എന്ന് പറഞ്ഞെന്നെ വിളിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ ത്രില്ലാക്കി തരാം. അത് പറയട്ടെ, നാളെ തൊട്ട് തുണിയൊക്കെ ഒറ്റക്ക് വാഷ് ചെയ്യാൻ പഠിക്കണോട്ടോ. അയ്യോ, ഞാൻ വാഷ് ചെയ്തതിന്റെ ക്വാളിറ്റി പോകുമ്പോഴാ
അങ്ങനെ ചെയ്ത് ചെയ്ത് ആണ് നമ്മൾ ക്വാളിറ്റി പഠിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പറയണ്ട, കണ്ണാ, ദാ നിക്കടാ, ദാ നീ plan ചെയ്തോ, ദാ നിക്കടാ, വാ, വാ. ചിക്കൻ, ബീൻസ്, ബസുമതി റൈസ്, ക്യാരറ്റ്, കാഷ്യൂ നട്ട്. ഇതെന്ത് യുദ്ധം, മര്യാദയില്ല. എടാ എന്താണത്? ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ ഞാനിപ്പോ വാങ്ങിക്കണോ? വേണ്ട, ആ നീ ആ കേക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി മേടിച്ചാലും മതി അല്ലേ വേനു? ആ മതി. എടാ എടാ പണിയെടുക്കാൻ തുടങ്ങിന്ന് വെച്ചിട്ട് ഞാനെന്ത് അടിമക്കണോ? അവിടെ വേറെ ആരില്ലടാ ഒന്നും ചെയ്യാൻ. ഇവിടെ എല്ലാവരും ബിസിയാണ്. അവി ഡെക്കറേറ്റ് ചെയ്യുന്നു. മീനോ? മീനും അവിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. മനഃപൂർവ്വം പണി തരാണല്ലോ എല്ലാം കൂടെ എനിക്ക്. എടാ ഒന്ന് ഹോൾഡ് ചെയ്തേ. ആ ഞാനെങ്ങനെ ഒരെണ്ണം എടുക്കും. ഓ എടാ ആ നീ അവിടെ വെറുതെ ഇരിക്കല്ലേ? ഞാനിവിടെ പാർട്ടിക്കുള്ള പാട്ട് സെലക്ട് ചെയ്തോണ്ടിരിക്കാം. ഇതൊക്കെ ഒരു പണിയാണോടാ? എടാ ആ ലിസ്റ്റിലുള്ള എല്ലാം മേടിക്കണോടാ. ശരി രാജാവേ. എടാ ഞാനിവിടെ ഒരു ഊബർ പോലും വരാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പൊരി വേലത്ത് നിൽക്കാണ്. എടാ നീയൊക്കെ വെയിലത്ത് നിന്ന് എന്തോരം കരിയാനാണ്. ടേക്ക് ഇറ്റ് ഈസി, വെയിൽ ഈസ് കോസി. അപ്പൊ വേഗം വാട്ടാ മേടിച്ചിട്ട്. ചേട്ടാ പറത്തി വിട്ടോ? ഹലോ ഹലോ, ഗിഫ്റ്റ് കിട്ടിയോ? ആ കിട്ടി. ഇഷ്ടായ? ആ ഭയങ്കര ഇഷ്ടായി. ആ എന്നാ അതിട്ട് വെച്ചൊരു ഫോട്ടോ അയച്ചാ. ആ അയക്കടാ കൊണ്ടു. ആ ശരി ശരി, വേഗം അയക്ക്. ആ ലക്കി, നീ എന്തിനടി പോസ്റ്റ് ഓഫീസിൽ പോയേ? അതോ അത് ആധാർ കാർഡിന്റെ കാര്യത്തിന്. ഇതൊക്കെ അവിടെയാണോ കിട്ടുക? അശ്ശി അതറിയില്ലേ? അതൊക്കെ വിട്. DIG എവിടെ? അയ്യോ, ഇനി DIG എപ്പ വരാനാ? നീ എപ്പ ഫുഡ് ഓർഡർ ചെയ്യാനാ? അതൊന്നും പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കാം. സമയം നോക്കി എത്രയായിരുന്നു? 5. അയ്യോ 5 ഇനി ഓർഡർ ചെയ്താ മതി. മതി. ആ. ചേട്ടാ ആ AC ഒന്ന് കൂട്ടിയിട്ടെ. ഇതിനകത്തൊരു കേക്കാണ്. ഇതെങ്ങാനും ഇതിനകത്തിരുന്ന് ഒരുക്കി പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവന്മാർ ഞാനിതെടുത്ത് തിന്നു എന്ന് പറയും. എന്താണ് ഈ കാണിക്കുന്നത്? സിനിമ കാണാൻ വീട്ടിൽ പോയിരുന്ന ആളോ? വണ്ടി എടുക്കുക. സാറിനോട് കാര്യം ചെയ്യും. എന്താ ചെയ്യേണ്ടത്? ഈ മുന്നിൽ കിടക്കുന്ന വണ്ടി ഒന്ന് മാറ്റി തരും. ആളെ കളിയാക്കുന്ന വർത്താനം പറഞ്ഞല്ലോ. തന്റെ ഊബർ ഞാൻ ചവിട്ടി പഠിക്കും. തനിക്കെന്നെ അറിഞ്ഞൂടാ. എന്റെ സാറേ, ഈ മുന്നിൽ കിടക്കുന്ന വണ്ടി പോകാണ്ട് നമ്മളെങ്ങനെ പോകാനാ? ഈ ബ്ലോക്ക് ഇപ്പോഴെങ്കിലും മാറാൻ പോകണം. ഇന്നലെ ഞാൻ 2 സിനിമ ഉണ്ടായിട്ടാണ് ചെന്നത്. എന്നാ പിന്നെ തനിക്ക് നേരത്തെ വാതുറന്ന് പറഞ്ഞോടോ. ഒറ്റ കീറിയ വെച്ചൊന്നുണ്ടല്ലോ. ഞാൻ എത്ര പ്രാവശ്യം ക്യാൻസൽ ചെയ്താ? താനല്ലേ ഈ കുടുംബം ഇരുന്ന് വിളിച്ചോണ്ടിരുന്നത്. വല്ല പ്രായമായ ആളാന്ന് പറഞ്ഞാ വന്നത്. ചേട്ടാ കുറച്ച് മുമ്പിൽ ഒന്ന് എടുത്തത്. അല്ല ചേട്ടൻ അങ്ങനെ ഇത്രയും ദൂരം വന്ന് തൊട്ടപ്പുറത്ത്. അപ്പൊ ഇതാണെങ്കിൽ എന്തായാലും ഒരു ദിവസം ഒരു ലോട്ടറി ഉള്ളൂ. പോയ അതെ
അതെ, ഇത്ര നേരം പറഞ്ഞൊക്കെ കോംപ്രമൈസ്. ഈ തിരക്കിൻ്റെ ഇടയിൽ എന്നെ എങ്ങനെയൊന്നും പുറത്തെത്തിക്കാൻ പറ്റുമോ? സമയം 6 മണിയായി. ഇനിയും ഞാൻ എത്താൻ വയ്യാൽ ചിലപ്പോൾ ഇനി മുതൽ ഞാൻ ഈ വണ്ടിയിൽ ഉറങ്ങേണ്ടി വരും. സാറിന് കുടിക്കാൻ തരും വേണം, ഞാൻ ആ കടയിൽ പോയി വാങ്ങിച്ചിട്ടാ. കാർ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി വാങ്ങിക്കാനാ? ആ ഒന്നും വേണ്ട. ഇത്ര നേരത്തെ കാശത്ര? മീനാക്ഷി ഇത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കൂ? ഇത് ഇവിടെ ഉണ്ടാക്കിയതല്ല, ബെറ്റ് ബെറ്റ്. ഇത് ഹോട്ടലിൽ നിന്നാന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ടേസ്റ്റ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇത് വീട്ടിലുണ്ടാക്കിയാവുന്നുള്ളു. അല്ല, ഇത് ഇഫ്താറിന്ന് ഓർഡർ ചെയ്താ. 500 രൂപ. ഓക്കെ, നോക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? ഓ മീനാക്ഷി ഫുഡ് അടിപൊളിയായിട്ടുണ്ടോ? ഒരു രക്ഷ. ഞങ്ങള് ആദ്യമായിട്ട് ഇഫ്താറിന്ന് ഓർഡർ ചെയ്യണേ. നോക്കട്ടെ. സുഹാനയുടെ സെലക്ഷൻ അടിപൊളി. താങ്ക് യു. എടി എനിക്കൊരു ഹെൽപ്പ് വേണം, ഒന്ന് വരുമോ നീ? എന്താ? പിന്നെ 500 എടുത്ത് വെച്ചേക്കണേ. ഇങ്ങനെയാണോടെ നീ എല്ലാ തവണ എന്നെ പറ്റിക്കണേ? എന്തുവാടോ കുറെ നേരമായല്ലോ. ഒരു കമ്പനി വരൂ. എന്തു പറ്റി? ഒന്നുമില്ല. പറ. ഈ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോ മെസ്സേജസ്, ചിലവന്മാരുടെ കൗണ്ടറൊന്നും ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചാലാട്ടാ. ഇതേവനില്ലേ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ മറ്റേ സ്റ്റിക്കർ ഇടും ഗ്രൂപ്പിൽ. സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഫോട്ടോ പോലെ, ഫോട്ടോയുടെ ആ ഫോട്ടോയിലുണ്ടാവും ഉദ്ദേശിച്ച മറുപടി. അറിയാലോ, ഓക്കെ. അപ്പോൾ ഇവന് ഇന്നൊരുത്തം വന്നിട്ട് ഇതേ മറുപടി കൊടുത്താണ്, നിനക്ക് സ്ഥിരം പോസ്റ്റർ അടിയാണോ പരിപാടി എന്ന്. കൗണ്ടർ എന്നൊക്കെ പറഞ്ഞല്ലേ പെട്ടെന്നാണ് വരുന്നത്. സോഷ്യലിങ്ങനെ നീ ഇതുപോലെ പോസ്റ്ററാവും. അതെന്താ? എടാ ഈ വാട്സപ്പിന് നമ്മൾ കാണാത്തൊരു മുഖം കൂടി ഉണ്ട്. അതേത് മുഖം? എടാ അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഈ വാട്സപ്പിൽ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. എന്നിട്ട് രാത്രിയും പകലും എല്ലാ സമയവും മെസ്സേജോട് മെസ്സേജ്. അവസാനം ഇതും പറഞ്ഞ് അവൻ്റെ ഭാര്യയായിട്ട് ഭയങ്കര അടിയായിരുന്നു. അടിപൊളി. എന്നിട്ടെന്താ മൂപ്പരും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കിടന്നിട്ടൊക്കെ ആയിരുന്നു മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പക്ഷേ ഭാര്യ ഭർത്താവിനെ കാണാണ്ട് ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പം മൂപ്പര് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഈ ഫോണുമായിട്ട് ഇറങ്ങി. അടിപൊളി. എന്നിട്ട് അവസാനം പുള്ളി മറ്റേ ഭാര്യ വിചാരിച്ചു പുള്ളിക്കാരന് വേറെ ഏതോ പെണ്ണുമായിട്ട് മൗണ്ടിങ് ഗോൾഫുണ്ട്, സുഡോൾഫുണ്ട്, അത് കാരണം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടെന്താ അവസാനം 1 മാസം എടുത്തു സുഹാനൻ്റെ അടുത്ത് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ. സുഹാനെ? അത് ഞാൻ ഈ കഥ പറഞ്ഞില്ലേ. അപ്പോൾ സുഹാന പറയണേ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ വേണോ കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ മറ്റേ അല്ല, അപ്പോൾ ആക്ച്വലി കൂട്ടുകാരൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ, പിന്നെ എന്തിനാ സുഹാന? നമ്മളെന്ത് ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ അന്വേഷിക്കാൻ പോണത്. അല്ല നിങ്ങൾ ഒന്നിച്ചാണോ? എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല, നീ ഇഷ്ടമുള്ള കാര്യം പിന്നെ ചെയ്യാം. അറിഞ്ഞോണ്ടല്ലേ? ഞാൻ അവി, ഇത് ഫിറോസിന്റെ ഫ്രണ്ടാണ്. ഹായ്. ഇതേ വന്നിട്ടുണ്ടല്ലോ അതിന്റെ ആള്. അല്ല സാറ്. ഇവൻ ആരാ വിളിച്ച? ആരായിരിക്കും? അങ്ങനെ ഫിറോസിനെ പറ്റിച്ചു. അതിപ്പോ എന്തെങ്കിലും ചെയ്യാം. ഫിറോസിനോട് പോവാൻ പറ. മീനു, എന്താടി അർണോൾഡ്. അർണോൾഡ് നീ ഇവിടെ നിൽക്കണ? പോയി അവിടെ പോയി സംസാരിക്കുക. അവിടെ ഒരു നാണം. ആരെയാ അർണോൾഡ്? അത് പണ്ട് അവളെ കോളേജിൽ പഠിപ്പിച്ച സാർ. ഓ, മഴയത്ത് മുൻപേ ആണോ? അവളുടെ മുഖം കണ്ടിട്ട് നിനക്കൊന്നും തോന്നണില്ല? ഞാൻ എന്താ സംസാരിക്കാന്ന് പറയും. എന്റെ ടിഐജിയുടെ പണിയാ. അയ്യോ ഡിഐജി, ഞാൻ ഈ കേക്കിന്റെ കാര്യം ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. ഇങ്ങോട്ട് തന്നാ. ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടൻ എങ്ങോട്ടാണ്? ഞാൻ നെട്ടൂര് വരുള്ളൂ. നിങ്ങളെങ്ങോട്ടാ? എനിക്ക് പോണത് അരൂരാണ്. ചേട്ടൻ അരൂര് വഴിയല്ലേ നെട്ടൂര് പോകുന്നത്? ഇത് എന്താ ഓനെ അരൂര് നെട്ടൂരിന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഓൻ ഞാൻ ഇവിടെ ഉള്ള ആളാണെന്ന് വിചാരിച്ചില്ല അല്ലേ? അവിടെ ഇറങ്ങി. ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചാണ്. ഞാനിവിടെയുള്ള ആളല്ല. ചേട്ടൻ എന്നെ അരൂര് വിട്ടാ, അല്ല നെട്ടൂര് വിട്ടാൽ മതി. ഞാൻ അവിടെ എന്തെങ്കിലും പിടിച്ചു നോക്കാം. എന്റെ $1 മില്യൺ ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോ ലക്കി. ഇത് ലക്കി. പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. താങ്ക്സ് പറ. താങ്ക്സ്. ഓ
എന്താണെന്നറിയോ ഭയങ്കര സാലഡ് ക്യാരക്ടറാ. അറിയാം അറിയാം. കോളേജിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നോ? മീന് വിളിക്കണ്ടല്ലോ ചാമിനെ. ഓടാ, please. DIG യുടെ ഫ്രണ്ടാ അല്ലേ? അതെ. ഇപ്പൊ എന്താ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട്. ഫുഡ് കഴിച്ചോ? ഓ തേങ്ങ ഇവിടെ നാളെ കഴിക്കാം. ഇന്നെന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ ആണല്ലേ? ഓ, എന്താ പറ്റി? ചിൽ, ഓക്കെ ചിൽ. സോറി ഗൈസ്, ഞാൻ അറ്റൻഷൻ കിട്ടാൻ ലേറ്റ് ആക്കിയാണെന്ന് വിചാരിക്കരുത്. ഭയങ്കര പോസ്റ്റായി പോയി. പിന്നെ ഇവിടെ ഞാൻ ഒരാളേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവി ഇപ്പൊ ഒന്നും പറയണ്ട, കറക്റ്റ് സമയത്തല്ലേ ഞാൻ വന്നത്. ഒട്ടും വൈകില്ലടാ കൂട്ടുകാരാ. നീ ഇത്രയ്ക്ക് ഇമോഷണലാണോ? ഇമോഷണൽ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചു അതേ കേക്ക് എനിക്ക് തരുന്നു. നല്ല വിശപ്പുണ്ട്. അതാണോ? നീ വിഷമിക്കണ്ട കേട്ടാ. എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യത്തെ കേക്ക് നിനക്ക് തന്നെ വരും. അതിന് നിന്റെ ബർത്ത്ഡേ ആരാ ആഘോഷിക്കാൻ പോകുന്നത്? നമുക്ക് പൊളിക്കണം അർത്ഥം. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. എങ്ങോട്ട്? ഇതെന്ത് പോക്കാണ്? അയ്യോ, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ സുഹാനയ്ക്ക് എന്തോ ചെറിയൊരു പരിപാടി. നാളെ മീറ്റിംഗ്. നിങ്ങൾ നാളെ രാവിലെ എനിക്ക് പോയിക്കോ. സുഹാനയ്ക്ക് പോണോ? കണ്ട, സുഹാനയ്ക്കൊന്നും പോകണ്ട. നിങ്ങൾ വന്നേ, നാളെ പോവാ. ഇത് കണ്ട, ഇവരാരും പോകുന്നില്ലെന്ന്. ഒരു രക്ഷയില്ല. ആ